ഹലോ ഗായ്സ്, 2024 ഇറങ്ങിയ ഒരു ബെസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള ബെസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടൊരു മൂവിയാണ് ഹെൽഗോലാൻഡ് 510. ഇതൊരു ആഗോള അപ്പോക്കലിപ്സിന് ശേഷം ഹെൽഗോലാൻഡ് ദ്വീപിൽ ഒരു ഏകാധിപത്യ സമൂഹം സ്ഥാപിതമായ ഒരു ഡിസ്റ്റോപ്പിയൻ ഭാവിയിൽ നടക്കുന്ന ഒരു ജർമ്മൻ TV പരമ്പരയാണ്. ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മൂവിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുകയാണ്. ഇതിൽ നിന്നെങ്കിൽ വൈറസ് 99% പേരെയും കൊന്നെടുക്കുന്നു. അതിനുശേഷം മീതി ദ്വീപിൽ 510 പേര് അതിജീവിച്ചവരെല്ലാം മികച്ച രീതിയിൽ ആ വൈറസ് അതിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് ഹെൽഗോലാൻഡ് 510 എന്നത് ഒരു ആഗോള അപ്പോക്കലിപ്സിന് ശേഷം ഹെൽഗോലാൻഡ് ദ്വീപിൽ ഒരു ഏകാധിപത്യ സമൂഹം സ്ഥാപിതമായ ഒരു ഡിസ്റ്റോപ്പിയൻ ഭാവിയിൽ നടക്കുന്ന ഒരു ജർമ്മൻ മൂവിയുടെ ഒരു പരമ്പരയാണ്. പിന്നെ നവജാത ശിശുക്കൾക്ക് ഈ മൂവിയിൽ വ്യക്തമായ ഭാവിയിൽ നടക്കുന്ന ഒരു ജർമ്മൻ മൂവിയുടെ ഒരു പരമ്പരയാണ്. പിന്നെ നവജാത ശിശുക്കൾക്ക് ഈ മൂവിയിൽ വ്യക്തമായ രീതിയിൽ ഇടം നൽകുന്നുണ്ട്. വ്യക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമായ വ്യവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബെസ്റ്റ് മൂവിയാണ് ഹെൽഗോലാൻഡ് 510 എന്നത്. കാഴ്ചക്കാരെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് ലോകത്തേക്ക് തള്ളിവിടുന്ന ഒരു വിറയ്ക്കുന്ന ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ പരമ്പരയും കൂടിയാണ്. 2036 ജർമ്മനിയിലെ വിദൂര ഹെൽഗോലാൻഡ് ദ്വീപിൽ മാരകമായ ഒരു മഹാമാരിയും മനുഷ്യരാശിയെ നശിപ്പിച്ചതിന് ശേഷം അതിജീവിച്ച 510 പേരുടെ അവസാന അഭയകേന്ദ്രമായ ഈശോ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങൾ കുറവായതും ക്രൂരമായ ഒരു സാമൂഹികമായ റാങ്കിംഗ് സംവിധാനം ജീവിതത്തെയും മരണത്തെയും നിർണ്ണയിക്കുന്നതുമായ ഒരു ഏകാധിപത്യ സമൂഹത്തെ പര്യവേഷണം ചെയ്യുന്ന ഒരു മികച്ച ചിത്രം കൂടിയാണിത്. ബെസ്റ്റ് ഫോർ എവർ. ഇത് കാണേണ്ട ഒരു സിനിമ തന്നെയാണിത്. ഞാൻ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു മൂവിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാനിത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് പറയുന്നത്. ഏതായാലും അങ്ങേയറ്റത്തെ സാഹചര്യങ്ങൾ നേരിടും അതിജീവന ശക്തി, ധാർമ്മികത എന്നീ വിഷയങ്ങളെ ഷോ പര്യവേഷണം ചെയ്യുന്നുണ്ട്. പ്രധാന ഭൂപ്രദേശത്തുനിന്നുള്ള ഒരു ഭീഷണിയും ഈ പരമ്പര അവതരിപ്പിക്കുന്നു. ഇത് കഥയിൽ മറ്റൊരു പിരിമുറുക്കവും സംഘർഷവും ചേർക്കുന്നു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ കീഴടക്കി കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട ഒരു അപ്പോക്കലിപ്സിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ചെറിയ സമൂഹം ജർമ്മനിയുടെ ഒരേ ഒരു തീരദേശ ദ്വീപിൽ തമ്പടിച്ചിരിക്കുന്നു. അതിനെപ്പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഹെൽഗോലാൻഡ് 510 മാരകമായ ഒരു മഹാമാരിയെ അതിജീവിച്ചവർ ജനസംഖ്യ ഒരിക്കലും വർദ്ധിക്കാൻ പാടില്ലാത്ത ഒരു ക്രൂരമായ നിയമങ്ങൾ കീഴിൽ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളൊരു തത്വം ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് മൂവിയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മൂവി കാണേണ്ടതാണ്. പിന്നെ ഒരു വടക്കൻ കടലിലെ ഒരു ചെറിയ ദ്വീപസമൂഹമാണ് ഹെലിഗോലാൻഡ് ദ്വീപ്. ചരിത്രപരമായി ഈ ദ്വീപുകൾ ഡെൻമാർക്കിൻ്റെ കൈവശമായിരുന്നു. പിന്നീട് മുതൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കൈവശമായി മാറി. ഈ ഒരു മൂവിയിൽ ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഇത് മൂവി കാണേണ്ടതാണ് നിങ്ങൾ. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ എല്ലാം കീഴടക്കി കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട ഒരു അപ്പോക്കലിപ്സിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ചെറിയ സമൂഹത്തെപ്പറ്റി വിവരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. വൈറസ് എന്ന് പറയുന്ന ജനസംഖ്യയുടെ 99% പേരെ ഇതിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ശേഷിക്കുന്ന 510 പേർ ദ്വീപിൽ കുടുങ്ങി. പ്രത്യേക സേന വിയറ്റ്നാമിൽ ആക്രമിച്ച് ചെല്ലുന്നൊരു പടവും കൂടിയാണിത്. രണ്ടാം മഹായുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഹെൽഗോലാൻഡ് ദ്വീപിൽ കുടുങ്ങിപ്പോയ ഒരു കൂട്ടം നാവികരുടെ കഥയാണ് ഇത്. ഹെൽഗോലാൻഡ് 510 എന്ന് പറയുന്ന ശക്തമായ ഘടകങ്ങളോടും ശത്രു സൈന്യത്തോടും പോരാടുന്ന ഒരു മികച്ചമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് ഈ പടത്തിൽ. പിന്നെ ഈ മൂവി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കാരെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് ലോകത്തേക്ക് തള്ളിവിടുന്ന ഒരു വിറയ്ക്കുന്ന ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ പരമ്പരയാണ്. ജർമ്മനിയിലെ വിദൂര ഹെൽഗോലാൻഡ് ദ്വീപിൽ മാരകമായ ഒരു മഹാമാരിയെ മനുഷ്യരാശിയെ നശിപ്പിച്ചതിന് ശേഷം അതിജീവിച്ച 510 പേരുടെ അവസാന അഭയകേന്ദ്രമായ ഈശോ വിഭാഗങ്ങൾ കുറവായതും ക്രൂരമായ സാമൂഹിക റാങ്കിംഗ് സംവിധാന ജീവിതത്തെയും മരണത്തെയും നിർണ്ണയിക്കുന്നതുമായ ഒരു ദ്വീപിലുണ്ടാകുന്ന ഒരു മൂവിയും കൂടെയാണ്. ഇത് നിങ്ങൾ കാണേണ്ട ഒരു മൂവിയാണ്. അതേസമയം തന്നെ വിവിധ കൗമാരക്കാരിയായ ഫിയോണ പോലുള്ള മറ്റുള്ളവർ നവജാത ശിശുവിൻ്റെ വരവ് ആരെങ്കിലും മരിക്കേണ്ടതിനെ അർത്ഥമാക്കുന്ന അടിത്തട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന പോരാടുന്നു. ബിയോട്രിസ് ഇരുമ്പ് ഭരണത്തിന് കീഴിൽ പിരിമുറുക്കങ്ങൾ പുകയുമ്പോൾ പ്രധാന ഭൂപ്രദേശത്ത് വിമത സേന അധിനിവേശ ഭീഷണി മുഴക്കുക,
ദുർബലമായ ക്രമം പരീക്ഷിക്കുകയും ചെയ്യുന്നു. റോബർട്ട് ഫിഷനേഴ്സ് സംവിധാനം ചെയ്ത 7 എപ്പിസോഡുകളുള്ള പാരമ്പര്യം കൂടിയാണിത്. ഇരുണ്ട നർമ്മവും മാനസിക ആഴവും കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന വൃത്തികെട്ട നാടകത്തെ അസ്വസ്ഥമാകുന്ന സാമൂഹിക വ്യാഖ്യാനവുമായി സംയോജിപ്പിക്കുന്നു. ഇത് പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ നല്ല രീതിയിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. പറയത്തക്ക രീതി ആരും കാണാതിരിക്കേണ്ട കാര്യം ഇതിലില്ല. ഇത് നല്ലൊരു ബെസ്റ്റ് എവർ മൂവിയാണ്. ഇതിൻ്റെ മൂവി ഞാൻ മൊത്തം കണ്ടു. നല്ലൊരു മൂവിയാണ്, നിങ്ങൾ കാണേണ്ട മൂവി. വൈറസ് വ്യാപനം മൊത്തത്തിൽ 513 പേര് അവരതിലിങ്ങനെ അവരെ ട്രാപ്പിലാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മൂവി കൂടിയാണിത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ കീഴടക്കി കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട ഒരു അപ്പോക്കലിപ്സിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ചെറിയ സമൂഹം ജർമ്മനിയുടെ ഒരേ ഒരു തീരദേശ ദ്വീപിൽ തമ്പടിച്ചിരിക്കുന്നു. അതിനെപ്പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഹെൽഗോലാൻഡ് 513 മാരകമായ ഒരു മഹാമാരിയെ അതിജീവിച്ചവർ ജനസംഖ്യ ഒരിക്കലും വർദ്ധിക്കാൻ പാടില്ലാത്ത ഒരു ക്രൂരമായ നിയമങ്ങൾ കീഴിൽ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളൊരു തത്വം ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് മൂവിയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള മൂവി, കാണേണ്ടതാണ്. പിന്നെ ഒരു വടക്കൻ കടലിലെ ഒരു ചെറിയ ദ്വീപ സമൂഹമാണ് ഹെലിഗോലാൻഡ് ദ്വീപ്. ചരിത്രപരമായി ഈ ദ്വീപുകൾ ഡെൻമാർക്കിൻ്റെ കൈവശമായിരുന്നു. പിന്നീട് മുതൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ കൈവശമായി മാറി. ഈ ഒരു മൂവിയിൽ ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്. ഇത് മൂവി കാണേണ്ടതാണ് നിങ്ങൾ. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ എല്ലാം കീഴടക്കി കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട ഒരു അപ്പോക്കലിപ്സിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ചെറിയ സമൂഹത്തെപ്പറ്റി വിവരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. ഭാവിയിൽ നടക്കുന്ന ഒരു ജർമ്മൻ മൂവിയുടെ ഒരു പരമ്പരയാണ്.